ഹലോ, വെൽക്കം ടു മൈ ചാനൽ പോക്കൽ. ഇന്ന് നമ്മൾ അക്വാസ്റ്റിക്സിൻ്റെ വേറെ രണ്ട് പോർഷനാണ് പഠിക്കുന്നത്. ഓക്കെ, ആ പോർഷൻ എന്ന് പറയുന്നത് KTUവിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം സെഷനും പിന്നെ അതേപോലെ ഒരു എസ്സേ ക്വസ്റ്റ്യനും. അക്വാസ്റ്റിക്സ് എന്ന ചാപ്റ്ററിൽ ഒരു എസ്സേ ക്വസ്റ്റ്യനേ ഉള്ളൂ എന്ന് ഞാൻ നേരത്തെ എൻ്റെ വീഡിയോസിൽ പറഞ്ഞിരുന്നു. അതായത് അക്വാസ്റ്റിക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ളത് എഞ്ചിനീയറിംഗ് ഫിസിക്സ് ബി ബേസ് ചെയ്തിട്ടുള്ള പോർഷൻസ് ആണിത്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ അതായത് പഴയ വീഡിയോസ് ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ പ്ലേലിസ്റ്റ് എൻ്റെ ചാനലിൽ പ്ലേലിസ്റ്റിൽ എടുത്ത് നോക്കിയാൽ എഞ്ചിനീയറിംഗ് ഫിസിക്സ് എന്ന് പറഞ്ഞ് മാത്രമായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ അക്വാസ്റ്റിക്സിൻ്റെ ബാക്കി മുന്നേ ഉള്ള വീഡിയോസ് അതിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഈ ഓരോന്നും വീഡിയോസും ഇട്ടിട്ടുള്ളത് കേൾക്കുക, കേട്ടിട്ടില്ലാത്തവർ അത് ഫുള്ള് വാച്ച് ചെയ്യുക. എന്നിട്ട് അത് ക്ലിയർ ആണ്, ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഇനിയും അപ്ലോഡ് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും കമൻസ് ഈ കേൾക്കുന്ന വീഡിയോസിൽ എന്തെങ്കിലും ഡൗട്ട്സോ കമൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ആഡ് ചെയ്യാം കമൻറ്റ് ബോക്സിൽ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ രണ്ട് ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് ആണ് പറയുന്നത്. നിങ്ങളുടെ എക്സാമിന് അല്ലെങ്കിൽ ഇതുവരെ KTU എക്സാമിന് ചോദിച്ചിട്ടുള്ള എഞ്ചിനീയറിംഗ് ഫിസിക്സിനെ റിലേറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതിൽ ഈ ടോപ്പിക്കിൽ അക്വാസ്റ്റിക്സ് എന്ന ടോപ്പിക്കിൽ രണ്ട് ഇമ്പോർട്ടൻറ്റ് പോർഷനാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന എസ്സേ പാർട്ടിലെ ക്വസ്റ്റ്യനാണ് ഇന്ന് ഞാനിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലൊന്ന് പ്രോബ്ലം സെഷൻ ആണ്, ദാറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് സെബൈൻസ് ഫോർമുല, ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ദ എസ്സേ, ദാറ്റ് ഈസ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അക്വാസ്റ്റിക്സ് ഓഫ് എ ബിൽഡിംഗ്. അപ്പം ഞാൻ ഈ വീഡിയോയിൽ പ്രോബ്ലത്തിനെ ബേസ് ചെയ്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പ്രോബ്ലം സെഷൻസ് ആയിട്ട് ഇട്ടിട്ടില്ല. ജസ്റ്റ് ആ ഫോർമുല മാത്രമേ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് വേറൊരു വീഡിയോയിൽ ഞാൻ പ്രോബ്ലംസ് മാത്രമായിട്ട്, അതായത് സെബൈൻ ഫോർമുല വെച്ചിട്ട് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടോ അതൊക്കെ നമുക്ക് ആ ഒരു വീഡിയോയിൽ നോക്കാം. അതിൻ്റെ ഒപ്പം തന്നെ KTUവിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതാണെന്നും ഈ ചാപ്റ്ററിലുള്ളത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് വെച്ചാൽ അതും ഞാൻ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം സെബൈൻസ് ഫോർമുല. സോ സെബൈൻസ് ഫോർമുല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ പേര് തന്നെ ക്ലിയർ ആയി അല്ലേ? ഒരു സെബൈൻസ് ഫോർമുല ഒരാളുടെ പേരിനെ ബേസ് ചെയ്താണ്. അദ്ദേഹം അതിന്റെ ഫുൾ നെയിമാണ് വാലസ് ക്ലെമന്റ് സെബൈൻ. അദ്ദേഹമാണ് ഈ ഫോർമുല ഡിറൈവ് ചെയ്തത്. ആൻഡ് ഹി ഡെഡ്യൂസ്ഡ് ദാറ്റ് ഇദ്ദേഹം എന്തിനെ ബേസ് ചെയ്താൽ പറഞ്ഞേക്കുന്നത്? റെവേർബറേഷൻ ടൈമിന്. നമ്മൾ പറഞ്ഞു അക്വാസ്റ്റിക്സ് ആണ് പറയുന്നതെന്ന്. നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോസിലെല്ലാം അക്വാസ്റ്റിക്സിന്റെ മറ്റ് ടോപ്പിക്സ് പറഞ്ഞില്ല. ഇതിന് തൊട്ട് മുന്നത്തെ വീഡിയോ നോക്കിയാൽ അറിയാം, റെവേർബറേഷൻ ടൈം എന്നൊരു ടോപ്പിക്ക് നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട്. അതെന്താണെന്നുള്ളതിന് ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ എടുത്ത് കേട്ടു നോക്കുക, റെവേർബറേഷൻ ടൈം. അപ്പോൾ ആ റെവേർബറേഷൻ ടൈം ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ രണ്ടെണ്ണം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ അല്ലെങ്കിൽ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു. ദാറ്റ് ഈസ് V and A എന്ന്. റെവേർബറേഷൻ ടൈം ഒരു ഹോളിന്റെ വോളിയത്തിനെയും പിന്നെ ടോട്ടൽ സൗണ്ട് അബ്സോർപ്ഷനെയും, അതായത് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ സൗണ്ട് അബ്സോർപ്ഷനെ ബേസ് ചെയ്ത് പറഞ്ഞിരുന്നു. ആ സൗണ്ട് അബ്സോർപ്ഷനിലായിരുന്നു നമ്മൾ ഈ ഒരു കാര്യം കൂടെ ഉൾപ്പെടുത്തിയിരുന്നത്. റെവേർബറേഷൻ ടൈം എന്ന് പറയുന്നത് രണ്ട് ഫാക്ടേഴ്സിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. മറ്റ് 3 ഫാക്ടേഴ്സ് അതിന് മുമ്പേ പറഞ്ഞിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ആ വീഡിയോയിൽ തന്നെ അതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം ഈ റെവേർബറേഷൻ ടൈം എന്ന് പറയുന്നത് വോളിയത്തിനെയും ടോട്ടൽ സൗണ്ട് അബ്സോർപ്ഷനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പൊ സെബൈൻസ് ഫോർമുല പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സെബൈൻ എന്താ കണ്ടുപിടിച്ചെന്ന് വെച്ചാൽ, ഹി ഡെഡ്യൂസ്ഡ് ദാറ്റ് റെവേർബറേഷൻ ടൈം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ വോളിയം ഓഫ് ദ ഹോൾ, ദാറ്റ് ഇസ് represented by the letter V, and is inversely proportional to the total sound absorption in the whole A. That is directly proportional എന്ന് പറയുമ്പോൾ T proportional to V ആണ് അല്ലേ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുമ്പോൾ T is proportional to 1 by A. ഇതൊക്കെ നമ്മൾ കുഞ്ഞു ക്ലാസ്സിലെ പഠിക്കുന്നതാണ്. പ്രൊപ്പോർഷണാലിറ്റി, ഇൻവേഴ്സ് എങ്ങനെയാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണലും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് ചോദിക്കുന്നത് എന്താണെന്നുള്ളത്. അപ്പോൾ അതിന് രണ്ടിനെയും ഞാൻ എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് capital T is proportional to capital V by A. But this is the general form of സെബൈൻസ് ഫോർമുല. ഇനി സെബൈൻസ് ഫോർമുലയിൽ എത്തിയിട്ടില്ല, അദ്ദേഹം ഫോർമുലയിൽ വന്നിട്ടില്ല, ഡെഡ്യൂസ് ചെയ്തതേ ഉള്ളൂ. ഇത് തമ്മിൽ ഒരു ഡിപ്പെൻഡിങ് ഉണ്ട്, ഒരു ഡിപ്പെൻഡിങ് ഫാക്ടർ ആണെന്ന്, അല്ലെങ്കിൽ അവർ തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടെന്ന് അല്ലേ? ടിയും ബിയും എയും തമ്മിലൊരു റിലേഷൻ ഉണ്ടെന്ന്. ഇനി അദ്ദേഹം അതിനെ ഫോർമുലേറ്റ് ചെയ്ത് അതിലെ കുറച്ച് വാല്യൂസ് ഒക്കെ കൊടുത്ത്, അതായത് മെട്രിക് ഫീറ്റ് അല്ലെങ്കിൽ മെട്രിക് യൂണിറ്റ്സിൽ അദ്ദേഹം, അതായത് വോളിയം എന്ന് പറയുന്നത് ക്യൂബിക് ഫീറ്റിലും എസ് എന്ന് പറയുന്ന ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു എസ് എന്താണെന്ന്, സർഫസ് ഏരിയ അല്ലെ? സർഫസ് ഏരിയ ഓഫ്. അപ്പൊ ആ ഒരു സർഫസ് ഏരിയയെ നമ്മൾ സ്ക്വയർ ഫീറ്റ് ആയിട്ടും കൺസിഡർ ചെയ്യുമ്പോൾ all together we can say that unit is a metric unit.
അങ്ങനെ കേസിലാണെങ്കിൽ നമുക്ക് ഈ reverberation ടൈമിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് it will become T is equal to 0.05 volume divided by capital A. And what is this capital A? That is total sound absorption, which we have already studied in our earlier class. That is മുന്നത്തെ വീഡിയോയിൽ നമ്മൾ അത് ഡിസ്കസ് ചെയ്തിരുന്നു. ദാറ്റ് ഈസ് A is equal to sigma S alpha. ആ സാധനത്തിന് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ 0.05 V ഡിവൈഡഡ് ബൈ A എന്നുള്ള ഇക്വേഷൻ ഡയറക്ട്ലി എനിക്ക് എഴുതാം 0.05 V ഡിവൈഡഡ് ബൈ സിഗ്മ എസ് ആൽഫ. ഓക്കെ, ഇനി ഇതിനെ അദ്ദേഹം SI യൂണിറ്റിൽ, നമുക്കറിയാം യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസ് നിങ്ങൾ +1 ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അതിൽ യൂണിറ്റ്സിൽ നിങ്ങൾ ആദ്യം പഠിച്ചത് തന്നെ എന്താണ്, 4 ടൈപ്പ് ഓഫ് യൂണിറ്റ്സ് ഉണ്ട് അല്ലെ, 4 ടൈപ്പ് ഓഫ് സിസ്റ്റംസ് ഉണ്ട്. ദാറ്റ് ഈസ് CGS, MKS, FPS, പിന്നെ SI യൂണിറ്റ്. അതിൽ മോസ്റ്റ് കോമൺലി നമ്മൾ പഠിച്ചിരുന്നു ഈ SI യൂണിറ്റിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും എക്സ്പ്രസ് ചെയ്യുന്നതെന്ന്. അപ്പൊ നമുക്ക് ഈ മെട്രിക് യൂണിറ്റ് മാത്രം പഠിച്ചാൽ പോരാ, ഇവിടെ അദ്ദേഹം SI യൂണിറ്റിലും കൂടെ ഈ ഇക്വേഷനെ കൺവേർട്ട് ചെയ്തു. അതാണ് ഞാൻ ഈ വയലറ്റ് ബോക്സിൽ ഇട്ടിരിക്കുന്നത്. SI യൂണിറ്റ് വിച്ച് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ് ഇക്വേഷൻ. ദാറ്റ് ഇസ് T is equal to 0.16 V by A, or it is 0.16 V by sigma S alpha. Clear? അപ്പൊ ഇവിടെ ഒരു സംശയം വരാം, ചില ക്ലാസ്സസിൽ അല്ലെങ്കിൽ ചില ടീച്ചേഴ്സ് അല്ലെങ്കിൽ ചില കോളേജസിൽ നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത് 0.163 എന്നായിരിക്കും. ചിലയിടത്ത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ 0.16 എന്നായിരിക്കും, ചിലയിടത്ത് നിങ്ങൾക്ക് 0.163 എന്നായിരിക്കും. അത് കാൽക്കുലേഷനിൽ വന്നേക്കുന്നതിൽ ആ തേർഡ് ഡെസിമൽ പോയിന്റും കൂടെ കൺസിഡർ ചെയ്തിരിക്കുന്നതാണ്. അത് തേർഡ് ഡെസിമൽ പോയിന്റ് കൺസിഡർ ചെയ്തില്ല, നമ്മൾ സെക്കൻഡ് ഡെസിമൽ പോയിന്റ് വരെയാണ് നമ്മൾ സാധാരണ എടുക്കാറ്. അപ്പൊ അതുവരെ കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. 0.163 എന്നുള്ളത് ഉൾപ്പെടുത്തിയിലും കുഴപ്പമില്ല, 0.163 എന്നുള്ളത് ഉൾപ്പെടുത്തിയില്ലെങ്കിലും കുഴപ്പമില്ല. 0.16 എന്നുള്ളത് എക്സാക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, 0.16 V by A or 0.16 V by sigma S alpha. Sigma S alpha എന്നുള്ളത് ഓൾ ടുഗദർ ഡിനോമിനേറ്ററി വരുന്ന ടേം ആണ്. അപ്പൊ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു, സെബൈൻസ് ഫോർമുല. ഇനി നമ്മളത് പ്രോബ്ലം സെഷൻ ചെയ്യുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് അവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ പ്രോബ്ലംസും കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. അപ്പൊ ഇതാണ് സെബൈൻസ് ഫോർമുല. സെബൈൻസ് ഫോർമുല ഡിപ്പെൻഡ് ചെയ്യുന്ന എന്താന്ന് ചോദിച്ചാൽ T അല്ലെങ്കിൽ റിവേർബറേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന എന്താന്ന് ചോദിച്ചാൽ റിവേർബറേഷൻ ടൈമിനെ ഡയറക്ട്ലി ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം ഓഫ് ദ ഹോൾ ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സൗണ്ട് അബ്സോർപ്ഷൻ, ടോട്ടൽ സൗണ്ട് അബ്സോർപ്ഷൻ ഇൻ ദ ഹോൾ. അതിൽ നിന്ന് ആ ഇക്വേഷനും എഴുതുക. അപ്പൊ 2 ഇക്വേഷൻ ഓർത്തിരിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലം ചോദിക്കുന്നത് SI യൂണിറ്റിൽ എഴുതാനായിരിക്കും. ചിലപ്പോൾ SI യൂണിറ്റിൽ തന്നിട്ട് അല്ലെങ്കിൽ മെട്രിക് യൂണിറ്റ്സ് തന്നിട്ട് മെട്രിക് യൂണിറ്റിൽ തന്നെ നിങ്ങൾ ഫൈനൽ ആൻസർ എഴുതണം എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ആ ഇക്വേഷൻ ഓർത്തിരിക്കുക. ഈ SI യൂണിറ്റിലെ 0.16 എന്നുള്ള ഇക്വേഷൻ എഴുതിയ പറ്റത്തില്ല, ആൻസർ തെറ്റും. പകരം എന്ത് എഴുതണം, ആ മെട്രിക് യൂണിറ്റിന്റെ ഇക്വേഷനും ഓർത്തിരിക്കുക. ദാറ്റ് ഇസ് 0.05 V ഡിവൈഡഡ് ബൈ സിഗ്മ എസ് ആൽഫ. ഓക്കെ, അപ്പൊ 2 ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്. SI യൂണിറ്റിലത് ഇറ്റ് ഇസ് 0.16 V by A, മറ്റേത് 0.05 or 0.05 V by A. ക്ലിയർ? അടുത്തയിലേക്ക് പോവാണേ. Next is the important essay part, that is factors affecting acoustics of a building. ഒരു ബിൽഡിങ്ങിന്റെ കേസിൽ നിങ്ങൾ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആണ്, ഇനി എഞ്ചിനീയറിംഗിലേക്ക് കയറി കഴിഞ്ഞതാണ്, S2ലേക്ക് എത്തിയവരാണ്. അപ്പൊ ഇനി നിങ്ങൾ ഓരോ സെമിസ്റ്റർ കഴിഞ്ഞിട്ട് നിങ്ങൾ ലാസ്റ്റ് ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ്, എഞ്ചിനീയറിംഗ് ഡിഗ്രി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളൊരു എഞ്ചിനീയർ ആവുകയാണ് അല്ലെ. അപ്പൊ നിങ്ങളോട് പറയുവാണ് എന്തെങ്കിലും ഒരു കൺസ്ട്രക്ഷന്റെ കേസിൽ അല്ലെങ്കിൽ എന്തെങ്കിലും, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക് ഇട്ടിരിക്കുന്നത് തന്നെ, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് അക്യൂസ്റ്റിക്സ് ഓഫ് എ ബിൽഡിംഗ്. ഒരു ബിൽഡിങ്ങിന്റെ ഒരു കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു ഹാളോ ഓഡിറ്റോറിയോ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നതിന്റെ ഇടയിൽ അവിടെ നമുക്ക് അക്യൂസ്റ്റിക്സ്, അതിനകത്ത് കൺസ്ട്രക്ഷന്റെ കേസിൽ ഡയമെൻഷൻസ് മാത്രം നമുക്ക് അറിഞ്ഞിരുന്നാൽ പോരാ, ആ ഓരോ വാൾസിന്റെ അല്ലെങ്കിൽ അവിടെ സൗണ്ട് ആ റൂമിനകത്ത് തങ്ങി നിർത്തണമെങ്കിൽ എന്തെല്ലാം ഫാക്ടേഴ്സിന്, അല്ലെങ്കിൽ അവിടെ നോയ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, അതിനെ ബേസ് ചെയ്താണ് നമ്മൾ ഈ എസ്സേയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് അക്കോസ്റ്റിക്സ് ഓഫ് എ ബിൽഡിംഗ്. ദാറ്റ് ക്യാൻ ബി നെഗറ്റീവ് എഫക്ട് ചെയ്യാം അല്ലെങ്കിൽ പോസിറ്റീവ്ലി, ദാറ്റ് ഈസ് അഡ്വേഴ്സ് എഫക്ട് ഉണ്ടാവാം, അതല്ല എങ്കിൽ നല്ല രീതിയിലുള്ള എഫക്റ്റിംഗ്. അത് ഏതാണെന്നുള്ളതാണ് നമ്മൾ ഈ പോയിന്റ്സിൽ കൂടെ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. Okay, and the points are, there are 7 points. That is, one is reverberation, second one is loudness, third one is echo or echoes, fourth one Eklund effect, fifth one focusing, sixth one resonance, and the last one is noise. ഈ 7 പേര് മനസ്സിലാക്കി പഠിച്ചു വെച്ചേക്കുക. ഇത് മാത്രം, ഈ 7 പോയിന്റ്സ് മാത്രം എഴുതിയാൽ പോരാ, പിന്നെന്ത് വേണം? ഈ ഓരോ പോയിന്റ്സിന്റെയും ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, അത് നമ്മളിപ്പം വഴിയെ പറയാൻ പോവാണ്.
ഈ ഡിസ്ക്രിപ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ വി എക്സ്പ്ലെയിൻഡ് അബൌട്ട് reverberation. വാട്ട് ഡു യു മീൻ ബൈ reverberation എന്നുള്ളത് വി എക്സ്പ്ലെയിൻഡ് earlier. പക്ഷെ ആ reverberationന്റെ ഡെഫിനിഷൻ ഇവിടെ എഴുതിയാൽ പോരാ. ഇവിടെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ the question is like what are the factors affecting acoustics of a building? എന്തെല്ലാം ഫാക്ടേഴ്സ് ബിൽഡിങ്ങിൽ എഫക്ട് ചെയ്യുന്നുണ്ട്? സൗണ്ടിനെ റിലേറ്റ് ചെയ്ത് ബിൽഡിങ്ങിന് എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് എഫക്ട് ചെയ്യുന്നത്? അതാണ് ചോദ്യം. അപ്പൊ ഈ പറയുന്ന reverberation ആവശ്യമുള്ളതാണോ? reverberation എന്താണെന്ന് നമുക്കറിയാം അല്ലെ? നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ അത് ഡിസ്ക്രൈബ് ചെയ്തിരുന്നു. അത് കേട്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ എടുത്ത് കേട്ട് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും എന്താണെന്നുള്ളത്. reverberation എന്താന്ന് വെച്ചാൽ ഞാൻ ഒരു പോയിന്റ് മാത്രം പറയാം. ഇറ്റ് ഈസ് ദ പെർസിസ്റ്റൻസ് ഓഫ് സൗണ്ട് അല്ലെ? ഒരു സോഴ്സിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത് ഇത്ര സമയത്തിനുള്ളിൽ അത് സ്റ്റോപ്പ് ആയി കഴിഞ്ഞാലും ആ സൗണ്ട് അവിടെ നിലനിൽക്കുന്നു. ആ ഒരു നിലനിൽക്കുന്ന ആ മെത്തേഡിനെ അല്ലെങ്കിൽ ആ ഫിനോമിനെയാണ് പറയുന്നത് reverberation എന്ന്. അപ്പൊ അവിടെ നമ്മൾ ആ ഡെഫിനിഷൻ പറഞ്ഞു, അതിന്റെ ബേസ് ചെയ്തുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. പക്ഷെ ഇവിടെ ഒരു ബിൽഡിങ്ങിന്റെ കേസിൽ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവിടുത്തെ സൗണ്ടിനെ റിലേറ്റ് ചെയ്ത് വരുമ്പോൾ ഈ reverberation ആവശ്യമുള്ളതാണോ അല്ലാത്തതാണോ എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. അപ്പൊ അവിടെ പറഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ അതേ ഡെഫിനിഷൻ എടുത്ത് മാത്രം എഴുതിയാൽ പോരാ. ഇവിടെ ഈ എസ്സേ ക്വസ്റ്റ്യനിൽ നമുക്ക് ആവശ്യമുള്ളതാണെങ്കിൽ ഈ പോയിന്റ്സിൽ ഈ പറയുന്ന ഓരോ ടോപ്പിക്കിലെ ഈ 7 പോയിന്റ്സിലെയും അത് ആവശ്യമുള്ളതാണെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ആ റൂമിൽ അല്ലെങ്കിൽ ആ ഹാളിൽ അത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം? അതല്ല നമുക്കത് ആവശ്യമില്ലാത്ത കാര്യമാണെങ്കിൽ എങ്ങനെ നമുക്കത് അവോയ്ഡ് ചെയ്യാം? ആ പോയിന്റ്സുകളാണ് ഈ ഏരിയയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്ത സ്ലൈഡ്സിൽ. ഓക്കെ, അപ്പൊ തുടങ്ങാം. അപ്പൊ ആദ്യം ഞാൻ reverberation പറ്റിയാണ് പറയാൻ പോകുന്നത്. ലെറ്റ്സ് സീ. ഇറ്റ് ഈസ് ദ പെർസിസ്റ്റൻസ് ഓഫ് സൗണ്ട് അല്ലെ? നമ്മൾ പറഞ്ഞു പെർസിസ്റ്റൻസ് ഓഫ് സൗണ്ട്, അതിന്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു. നൗ ഇറ്റ് ക്യാൻ ബി മെയിൻറ്റെയിൻ ടു ഡിസൈർഡ് ലെവൽ അല്ലെ? അപ്പൊ ഇത്ര സമയത്തിനുള്ളിൽ സോഴ്സിൽ നിന്ന് സൗണ്ട് സീസ് ചെയ്താലും ഒരു ഓഡിറ്റോറിയം ആണെന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യാതെ, നിങ്ങൾ ഏറ്റവും പുറകിലിരിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ ഒരു പ്രോഗ്രാം നടക്കുകയാണെങ്കിൽ ആ പ്രോഗ്രാം അവിടെ നിന്ന് മൈക്രോഫോണിലൂടെ അത് ഏത് മെത്തേഡിലൂടെ ആണെങ്കിലും അവിടെ നിന്ന് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തു. സോഴ്സ് ആണ് നമുക്ക് അവിടെ ആ സ്റ്റേജിലുള്ളത് അല്ലെ? അവിടെ നിന്ന് സോഴ്സ് നിന്ന് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തു. പക്ഷെ അത് ഓഡിയൻസ് ആയ നിങ്ങൾ ഏറ്റവും ബാക്കിൽ ഇരിക്കുന്നവർക്ക് എത്തണം ശബ്ദം. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ടൈം കഴിഞ്ഞാൽ ആ സോഴ്സിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഈ സൗണ്ട് അവിടെ പെർസിസ്റ്റ് ചെയ്യണം അല്ലെ? അപ്പൊ പെർസിസ്റ്റ് ചെയ്യണമെങ്കിൽ ആ പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്ന reverberation എന്ന്. അപ്പൊ അത് നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ അതിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ ഇറ്റ് ക്യാൻ ബി മെയിൻറ്റെയിൻ ടു ദ ഡിസൈർഡ് ലെവൽ ബൈ ദ ഫസ്റ്റ് പോയിന്റ് ഇസ് കവറിംഗ് ദ വാൾസ്, സീലിംഗ് ആൻഡ് ഫ്ലോർ ഓഫ് ദ ഹാൾ ബൈ സൗണ്ട് അബ്സോർബിംഗ് മെറ്റീരിയൽസ് ലൈക്ക് acoustic plaster, Celotex asbestos or with suitable sound absorbing materials. Second, acoustic tiles in the hall. Third, opening windows and doors of the hall. Fourth one, using chair bags and cushions to the seats. And fifth one, ensuring sufficient number of audience. അപ്പോൾ ഈ ഒരു പോയിന്റിൽ തന്നെ അതിനകത്ത് വീണ്ടും കുഞ്ഞു സബ് ഡിവിഷൻസ് ഉണ്ട് അല്ലെ? അപ്പൊ അതെല്ലാം ഓർത്തിരിക്കുക. ഇത് ഓർത്തിരിക്കാനുള്ള ഒരു മാർഗം നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ, ഈവൻ ഇപ്പൊ നമ്മുടെ കോവിഡ് സീസൺ ആണ്, ഇതിനൊക്കെ മുന്നേ കോവിഡ് ഒക്കെ വരുന്ന കാലത്തിന് മുന്നേ നമ്മൾ തിയേറ്ററിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അല്ലെ? ഫിലിം കാണാനൊക്കെ സിനിമാ ഹോൾസിൽ. അന്നേരം അവിടുത്തെ ഹോൾസിന്റെ വ്യത്യാസം നിങ്ങൾക്ക് അറിയായിരിക്കും. ആ വാൾസിന് എന്താണ് വ്യത്യാസം എന്നുള്ളത്. ആ വാൾസിൽ നമ്മൾ നോർമൽ ഒരു റൂമിന്റെ വാൾ അല്ല, ഒന്നെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ഡിസൈനോ അല്ലെങ്കിൽ ആ വാൾ തൊട്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അവിടെ വേറൊരു മെറ്റീരിയൽ ആണ് അവർ യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് എ സൗണ്ട് അബ്സോർബിംഗ് മെറ്റീരിയൽ ലൈക്ക് acoustic plaster, Celotex, asbestos അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത് സൗണ്ട് അബ്സോർബിംഗ് മെറ്റീരിയൽ ആണ്. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ വെച്ചിട്ട് സീലിംഗ്, വാള്, ഫ്ലോറ് ഇതെല്ലാം ഉണ്ടാക്കിയെടുത്താൽ അവിടെ നമുക്ക് ആ സൗണ്ടിനെ ആ റൂമിൽ തന്നെ പിടിച്ചു നിർത്താൻ നോക്കും. അപ്പൊ എന്ത് പറ്റും? ബാൽക്കണിയിൽ ഏറ്റവും പുറകിലിരിക്കുന്നവർക്കാണെങ്കിൽ കൂടി ആ സൗണ്ട് നല്ല അതേ രീതിയിൽ കേൾക്കാൻ നോക്കും. പിന്നെ അതേപോലെ acoustic tiles in the hall, അതും സൗണ്ട് അബ്സോർബിംഗ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ്. പിന്നെ ഓപ്പണിംഗ് വിൻഡോസ് ആൻഡ് ഡോർസ് ഓഫ് ദ ഹാൾ. പിന്നെ ചെയർ ബാഗ്സ് ആൻഡ് കുഷ്യൻസ് ടു ദ സീറ്റ്സ് അല്ലെ? നമ്മൾ ഇരിക്കുന്ന സീറ്റ്സിലെ കുഷ്യൻസ് ഒക്കെ ഓർത്താൽ മതി പണ്ട് സംഭവിച്ചത്. ഇപ്പൊ നമുക്ക് 1.5 വർഷത്തോളമായി സിനിമ തിയേറ്റേഴ്സ് ഒന്നും ഇല്ല. അതിന്റെ ഇടയിലൊക്കെ ഓപ്പൺ ചെയ്തിരുന്നുവെങ്കിലും ആരും പോയിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, കോവിഡ് സീസൺ ആയതുകൊണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ആലോചിച്ചാൽ മതി പഴയ കാര്യങ്ങൾ എങ്ങനെയാന്നുള്ളത്. എൻഷുറിങ് സഫീഷ്യന്റ് നമ്പർ ഓഫ് ഓഡിയൻസ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മളൊരു ഹാൾ അല്ലെങ്കിൽ ഒരു ഓഡിറ്റോറിയം അല്ലെങ്കിൽ എന്തൊരു കേസിലാണെങ്കിലും ആ reverberation അവിടെ നമുക്ക് പിടിച്ചു നിർത്താം, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ അതിപ്പോ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഈ reverberation. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് പോട്ടെ. ലൗഡ്നെസ്. ഇതും നമ്മൾ മുന്നേ പറഞ്ഞതാണ്. ഈ അക്വസ്റ്റിക്സ് എന്ന്
ചാപ്റ്റർ മൊഡ്യൂൾ 4 അക്വസ്റ്റിക്സ് എന്ന ചാപ്റ്റർ പഠിച്ചപ്പോൾ ആദ്യത്തെ ക്ലാസ്സസിൽ ഞാൻ ഈ ലൗഡ്നെസ് ഓഫ് സൗണ്ടിനെ ബേസ് ചെയ്ത് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താണെന്നുള്ളത് നമ്മൾ അന്നേരം അവിടെ എക്സ്പ്ലെയിൻ ചെയ്തു. പക്ഷെ ആ കാര്യം മാത്രം ഇവിടെ എടുത്തെഴുതിയാൽ പോരാ. ഇവിടെ എന്താ ആവശ്യം, അത് നമുക്ക് ഒരു ഹാളിന് അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിന് ആവശ്യമുണ്ടോ അല്ലയോ, ആവശ്യമുള്ള സാധനമാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് അറിയണം. ആ പോയിന്റ് ആണ് ഇവിടെ വേണ്ടത് എസ്സേക്ക്. അപ്പൊ നമുക്ക് നോക്കാം. loudness. Each syllable of the speech or every tone of music should be audible sufficiently loud and clearly at every point of the hall. ആണേ, ഒരു ഓഡിറ്റോറിയത്തിൽ അല്ലെങ്കിൽ ഒരു ഹാളിൽ, നിങ്ങൾ സ്കൂൾസ് ഓഡിറ്റോറിയം അല്ലെങ്കിൽ കോളേജ് ഓഡിറ്റോറിയത്തിലെല്ലാം പ്രോഗ്രാംസ് ഒക്കെ കണ്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ അവിടെ ഡാൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സോങ്ങോ മ്യൂസിക്കോ സ്പീച്ചോ എന്തെങ്കിലും നടക്കുവാണെങ്കിൽ ആ ഓഡിയൻസിലേക്ക് അത് എത്തണമെങ്കിൽ, ആ സ്റ്റേജിലെ പെർഫോമൻസ് അവിടെ എത്തണമെങ്കിൽ എന്താണ്, കറക്റ്റ്ലി ഓഡിബിൾ ആയിരിക്കണം അല്ലെ? ക്ലിയർലി ഓഡിബിൾ ആയിരിക്കണം, ലെജിബിൾ ആയിരിക്കണം എല്ലാ വേർഡ്സും അല്ലെ? അപ്പൊ അത് കിട്ടണമെങ്കിൽ എന്താണ്, ലൗഡ് ആയിരിക്കണം, അത് സഫീഷ്യന്റ് ആയിട്ട് അഡ്ജസ്റ്റബിൾ ആയിരിക്കണം, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ആ കറക്റ്റ് വോളിയത്തിൽ അല്ലെങ്കിൽ കറക്റ്റ് ലൗഡ്നെസ്സിൽ എത്തിക്കണം. അപ്പൊ അത് ആവശ്യമുള്ള കാര്യമാണ് ആണ് at every point of the hall. So this can be ensured. ആ loudness അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യത്തെ പോയിന്റ്, യൂസിങ് suitable ലൗഡ് സ്പീക്കേഴ്സ് ഇൻ ദ ഹാൾ. നല്ല വർക്കിംഗ് ആയിട്ടുള്ള ലൗഡ് സ്പീക്കേഴ്സ് യൂസ് ചെയ്യുക. ആ ഓഡിറ്റോറിയം ആ ഡയമെൻഷനിൽ നിൽക്കുന്ന അത്ര സൗണ്ടിൽ നിർത്താൻ പറ്റുന്ന ലൗഡ് സ്പീക്കേഴ്സ് യൂസ് ചെയ്യുക. പിന്നെ യൂസിങ് ലാർജ് സൗണ്ടിങ് ബോർഡ്സ് ബിഹൈൻഡ് സ്പീക്കേഴ്സ് ഫേസിങ് ഓഡിയൻസ്. ആൻഡ് മൂന്നാമത്തത്, low ceiling helps in reflecting more sound. That is another example. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്, പഠിച്ചിട്ടുണ്ടെന്ന്. നമ്മൾ സിനിമ ഹോൾസിൽ പോയാൽ നിങ്ങൾ ഫ്രണ്ടിലിരിക്കുന്ന ആ താഴത്തെ ബാൽക്കണിക്ക് താഴത്തുള്ള ലെവലിലാണെങ്കിൽ നമുക്ക് സ്ക്രീൻ എന്ന് പറയുന്നത് കുറച്ച് അടുത്താണ് ഓഡിയൻസിന് അല്ലെ? അപ്പൊ അവർക്ക് അവിടെ വോളിയം കുറച്ചും കൂടെ ക്ലിയർ ആയിരിക്കും. പക്ഷെ ഓഡിയൻസ് പുറകിലേക്ക്, ബാൽക്കണിയുടെ പുറകിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ആ ഒരു എന്താണ് സീലിങ്ങും ആ ഇരിക്കുന്ന സ്റ്റേജസും ആലോചിച്ചറിയാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മുകളിലേക്കാണ് ബാൽക്കണി വന്നേക്കുന്നത് അല്ലെ? അതിനനുസരിച്ച് ഓഡിയൻസ് പുറകിലേക്ക് എത്തുമ്പോഴത്തേക്കും സീലിങ്ങും ഹൈറ്റ് കുറഞ്ഞു വരും. അപ്പൊ ലോ സീലിംഗ് ആകുമ്പോൾ ഏറ്റവും പുറകിലുള്ള ആൾക്കും ആ സൗണ്ട് നല്ലോണം കേൾക്കാൻ പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരു ഓഡിറ്റോറിയം, അത് കോളേജ് ആണെങ്കിലും സ്കൂൾ ഓഡിറ്റോറിയംസ് ആണെങ്കിലും നിങ്ങൾക്ക് അറിയാം, ഒരേ ലെവലിലല്ല ഓഡിറ്റോറിയത്തിൽ സീറ്റ്സ് ഇട്ടേക്കുന്നത്, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മീൻസ് പുറകിലേക്ക് വരുന്തോറും സീലിംഗ് അടുത്ത് നിൽക്കുമ്പോൾ എന്താണ്, സൗണ്ട് എത്രത്തോളം റിഫ്ലക്ട് ചെയ്ത് നിർത്താൻ പറ്റും, അത്രത്തോളം ലൗഡായിട്ട് ഓഡിയൻസിന് പുറകിലിരിക്കുന്നവർക്കാണെങ്കിൽ കൂടെ കേൾക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ഇതിൽ നിന്ന് മനസ്സിലാക്കിയത്? ലൗഡ്നെസ്സും ആവശ്യമുള്ള കാര്യമാണ്. ഒരു ബിൽഡിംഗ് ഇതിന്റെ കേസിൽ അക്വസ്റ്റിക്സിനെ റിലേറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ അവിടെ ലൗഡ്നെസ്സും ആവശ്യമുള്ളതാണ്. നെക്സ്റ്റ് പോയിന്റ്, എക്കോ ഓർ എക്കോസ്. എക്കോസ് നമുക്കറിയാം അല്ലെ? ഇറ്റ് ഈസ് എ റെപ്പിറ്റേഷൻ ഓഫ് സൗണ്ട്. സൗണ്ട് ഒരിടത്ത് ചെന്ന് മുട്ടുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സൗണ്ട് നമ്മളത് ഉച്ചത്തിൽ ഒരു ഹിൽ സ്റ്റേഷനിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഹിൽ ഏരിയയിൽ പോലും നമ്മൾ ശബ്ദം ഉണ്ടാക്കുമ്പോൾ നമ്മളുടെ തന്നെ പേര് തിരിച്ച് നമുക്ക് കേൾക്കാം അല്ലെ? അതേപോലെ പുതിയതായിട്ടൊരു വീടിനകത്തേക്ക് കയറുമ്പോൾ അവിടെ വേറെ ഒബ്ജക്ട്സ് ഒന്നും ഇല്ലെങ്കിൽ we can hear the echo അല്ലെ? ലൗഡ് വോയിസ് ആയിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. പക്ഷെ ഈ റെപ്പിറ്റേഷൻ ഓഫ് സൗണ്ട് എന്ന് പറയുന്നത് അത് ആവശ്യമുണ്ടോ? ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും, ആ ടേമിൽ തന്നെ റെപ്പിറ്റേഷൻ ഓഫ് സൗണ്ട്. ഞാനിപ്പോ പറയുന്ന കാര്യം, എനിക്കിവിടെ ഞാൻ പറയുന്നതിൽ എക്കോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഡിസ്റ്റർബൻസ് ആയിരിക്കും അല്ലെ? കേൾക്കുന്ന ശബ്ദം അതിൽ എക്കോ ഒന്നിന്റെ പുറകെ ഒന്നായിട്ട് പിന്നെയും ഞാൻ പറയുന്ന ഒരേ കാര്യം തന്നെ വരും അല്ലെ? അതൊരു ഇറിറ്റേറ്റീവ് തിങ് ആണല്ലോ. അപ്പൊ നമുക്കത് അവോയ്ഡ് ചെയ്യേണ്ട കാര്യമാണ്. അതാണ് ഇവിടെ പറയുന്നത്. The repetition of sound is known as echo. Echoes should be eliminated or at least minimized for intelligible listening. It can be minimized by covering distant walls and ceilings with sound absorbing materials. So എങ്ങനെ അവനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും? എക്കോയെ അവോയ്ഡ് ചെയ്യണമെങ്കിൽ it can be minimized by covering distant walls and ceilings with sound absorbing materials. അപ്പം ഇപ്പൊ മനസ്സിലായി കാണും, ഹാൾസിൽ എന്തിനാണ് സൗണ്ട് അബ്സോർബിംഗ് മെറ്റീരിയൽ വെക്കുന്നത്? റിവർബറേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനും എക്കോ എലിമിനേറ്റ് ചെയ്യാനും അത് യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ഇക്ലോൺ എഫക്ട്. That is the regular succession of echoes produced by the reflection of sound by regularly spaced reflecting surface. This is known as Eklund effect. Eklund effect ആ പേരിൽ തന്നെ ഉണ്ട് അല്ലെ? അവിടെ തന്നെ അവിടെ എക്കോയുടെ എഫക്ട് പറയുന്നുണ്ട്. So what is it? Regular succession of echoes. ഒരേപോലെ എക്കോ തന്നെ റിപ്പീറ്റിംഗ് സൗണ്ട് ആണ്. അതിന്റെ കൂടെ ആ റിപ്പീറ്റിംഗ് സൗണ്ടിന്റെ ഒപ്പം എഗെയിൻ ഒരു എക്കോയുടെ എഫക്ട് വീണ്ടും വീണ്ടും റെഗുലർ ആയിട്ട് കേൾക്കുകയാണെങ്കിൽ ആ ഒരു ഇറിറ്റേറ്റീവ് ആയിട്ടുള്ള ആ ഒരു എഫക്റ്റിനെയാണ് നമ്മൾ എക്ലോൺ എഫക്ട് എന്ന് പറയുന്നത്. അവിടെയും സൗണ്ട് റിഫ്ലക്ട് ചെയ്ത് ഉണ്ടാവുന്ന റെഗുലർ സക്സഷൻ ആണ് എക്കോസിന്റെ.
ആ ഒരു കാര്യവും നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ടതാണ്. Sometimes this effect makes the original sound unintelligible and this defect can be corrected by using stair carpet. അപ്പൊ അവിടുത്തെ പോയിന്റ് stair carpet യൂസ് ചെയ്ത് നമുക്ക് echoing effect അവോയ്ഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഓർക്കുക, ഓഡിറ്റോറിയത്തിലൊക്കെ പോയിട്ടുള്ളവര് അല്ലെങ്കിൽ സ്കൂൾ ഓഡിറ്റോറിയംസ് അല്ലെങ്കിൽ സിനിമ ഹാൾസിൽ പോയിട്ടുള്ളവർ അവിടെ കാർപ്പറ്റ് ഇട്ടിട്ടുണ്ട് അല്ലെ. നമ്മൾ ബാൽക്കണി അല്ലെങ്കിൽ നമ്മൾ ഹയർ സ്റ്റെപ്സിൽ അല്ലെങ്കിൽ അടുത്ത മോളിലോട്ട് കയറുന്നതനുസരിച്ച് ഓരോയിടത്തും കാർപ്പറ്റ് ഉണ്ട്. അപ്പൊ നമ്മുടെ വിചാരം എന്തായിരിക്കും, കാർപ്പറ്റ് എന്ന് പറയുന്നത് ബ്യൂട്ടിക്ക് വേണ്ടി, ബ്യൂട്ടിക്ക് മാത്രമല്ല അവിടെ എന്താണ് അതിന്റെ എഫക്റ്റ്, ഇക്ലോയിൻ എഫക്റ്റിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യാൻ പറ്റും ആ ഡിഫക്റ്റിനെ. ഓക്കെ, അതാണ് അവിടുത്തെ പോയിന്റ്. സോ ഇപ്പൊ നമ്മൾ പഠിച്ച 4 പോയിന്റ്സ് ആണ് റിവർബറേഷൻ, ലൗഡ്നെസ്, ഇക്കോ, ഇക്ലോൺ എഫക്ട്. അതിൽ 2 പേര് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കേണ്ട കാര്യമാണ് ഹാളില്, 2 പേര് നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ടവന് ആണ്. ഓക്കെ, അടുത്ത പോയിന്റ് ഫോക്കസിംഗ്. Rendering sound uniformly throughout the hall by placing the speaker at the focal point of parabolic hall is known as focusing. Now, parabolic hall. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് ആലോചിച്ച് നോക്കിക്കേ, നിങ്ങൾ സിനിമ ഹാൾസിൽ അല്ലെങ്കിൽ സ്കൂൾ കോളേജ് ഓഡിറ്റോറിയത്തിൽ പോകുമ്പോൾ എന്തായിരുന്നു അവിടെ കണ്ടിരുന്നത്? നിങ്ങളുടെ ഓഡിറ്റോറിയം നിങ്ങൾ കയറി ഇരിക്കുന്നിടത്ത് നിങ്ങളുടെ സ്ക്രീൻ, ആ ഒരു സിനിമ ഹാൾസ് ആണെങ്കിൽ ആലോചിച്ച് നോക്കുക, സ്ക്രീൻ എന്ന് പറയുന്നത് പ്ലെയിൻ സർഫസ് അല്ല, അതൊരു കർവ്ഡ് സർഫസ് ആണ് സ്ക്രീന്. അതേപോലെ തന്നെ സീലിങ്സ് ആണെങ്കിലും ചിലയിടത്ത് ഒരു ഇച്ചിരി കർവിങ് ഉണ്ടാവും, ഒരു കർവ്ഡ്, നമുക്കത് പെട്ടെന്ന് മനസ്സിലാവത്തില്ല, പക്ഷെ സ്ക്രീനിൽ നോക്കിയാൽ നിങ്ങൾക്ക് ആ ഐഡിയ പെട്ടെന്ന് കിട്ടും. സ്ക്രീൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ചെറിയ കർവ് പോർഷൻ ആണ്. അതുകൊണ്ടാണ് ഈ പാരാബോളിക് ഹാൾ എന്ന് പറയുന്നത്, ഒരു കർവ്ഡ് ഏരിയ അവിടെ വരുന്നുണ്ട്. അപ്പൊ കർവിങ് അവിടെ വരുന്ന ഒരു കർവ് പോർഷൻ അവിടെ വരുന്നതനുസരിച്ച് we can say that there will be a focal point or there is a focal point. Will be അല്ല, there is a focal point. Okay, അപ്പൊ ആ ഫോക്കൽ പോയിന്റിനെ റിലേറ്റ് ചെയ്ത് നമ്മൾ സ്പീക്കർ വെക്കുകയാണെങ്കിൽ, അതിനെ ഫോക്കസ് ചെയ്ത് നമ്മൾ ആ ഫോക്കൽ പോയിന്റിനെ ഫോക്കസ് ചെയ്ത് സ്പീക്കർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ that sound can be uniformly produced or to the audience. Okay, or the sound can be clearly audible to the audience. So that is what focusing means. Focusing means rendering sound uniformly throughout the hall by placing the speaker at a focal point of parabolic hall. അപ്പൊ അവന് നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പൊ അതിന് വേറെ റെമഡി അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനൊന്നുമില്ല. എന്താ കാരണം, ഫോക്കൽ പോയിന്റിനനുസരിച്ച് ആ സ്പീക്കർ സെറ്റ് ചെയ്താൽ മാത്രം മതി. അതുകൊണ്ടാണ് അവിടെ വേറെ പോയിന്റ്സ് ഒന്നും ഇല്ലാത്തത്. ഓക്കെ, അടുത്തത് റെസൊണൻസ്. Open window pans, doors and suspended articles may cause resonant vibration due to the frequency of sound produced by music or speech. The closed air in the hall may also cause resonance due to the sound frequency. Such resonance vibration should be suitably damped. അപ്പോൾ എന്താണ്, തുറന്ന ജനലുകളാണെങ്കിലും വാതിലുകളാണെങ്കിലും എന്തെങ്കിലും സാധനങ്ങളൊക്കെ തൂക്കിയിട്ടിട്ടുള്ളത് നമുക്കറിയാം. ഓഡിറ്റോറിയത്തിലൊന്നും അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ല അല്ലെ. ഉള്ളതൊക്കെ ആണെങ്കിൽ ലൈറ്റ്സും അങ്ങനെയുള്ള ഫാൻസും ഒക്കെ ആണെങ്കിൽ അത് സീലിംഗിന്റെ അടുത്ത് തന്നെ ആയിരിക്കും, അധികം താഴ്ത്തിയല്ല അവർ വെക്കുന്നത്. അഥവാ താഴ്ത്തി വെച്ചാൽ തന്നെ ആ ഓഡിറ്റോറിയം അത്രയും ലാർജ് ആയിട്ടുള്ള ഓഡിറ്റോറിയം ആയിരിക്കും. അപ്പൊ ആ കാര്യങ്ങളെല്ലാം വെക്കാൻ കാരണം എന്താന്ന് വെച്ചാൽ, വെക്കാത്തത് എന്താന്ന് വെച്ചാൽ അവിടെ റെസൊണന്റ് വൈബ്രേഷൻ, ഇങ്ങനെയുള്ള ഓപ്പൺ വിൻഡോസ് ഡോർസ് ഒക്കെ ഉള്ളിടത്ത് റെസൊണന്റ് വൈബ്രേഷൻ ഉണ്ടാവും. സൗണ്ട് ഫ്രീക്വൻസി റിലേറ്റ് ചെയ്ത് റെസൊണന്റ് വൈബ്രേഷൻ ഉണ്ടാവും. ഈ റെസൊണന്റ് വൈബ്രേഷൻ സൗണ്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ടിന് ഡിസ്റ്റർബൻസ് ആണ്. ഓക്കെ, അപ്പൊ ഈ റെസൊണന്റ് വൈബ്രേഷനെ നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഈ റെസൊണൻസിനെ എന്ത് ചെയ്യണം, ഡാംപ് ചെയ്യണം അല്ലെങ്കിൽ ഇല്ലാതാക്കണം. അതിനെ ഓക്കെ മിനിമൈസ് ചെയ്യണം അല്ലെങ്കിൽ കുറയ്ക്കണം അല്ലെങ്കിൽ ഡാംപ് ചെയ്യണം. ആ സ്യൂട്ടബിളി ഡാംപ് ചെയ്താൽ മാത്രമേ നമുക്ക് ഓഡിയൻസിലേക്ക് അല്ലെങ്കിൽ ആ ഹാളില് കറക്റ്റ് ആയിട്ട് സൗണ്ട് ഓഡിബിൾ ആയിരിക്കുള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് റെസൊണൻസ് മീൻസ്. അപ്പൊ റെസൊണൻസ് ആവശ്യമില്ലാത്ത കാര്യമാണ്, ഓർത്തിരിക്കുക. റിവേർബറേഷൻ ആവശ്യമുള്ളതാണ്, റെസൊണൻസ് ആവശ്യമില്ലാത്തതാണ്. അതുകൊണ്ട് അതിനെ ഡാംപ് ചെയ്യണം. Now the last point is noise, that is unwanted sound entering a hall from outside, that is traffic, wind, rain, etc. or sound produced by objects inside the hall or fan is commonly referred to as noise. മുന്നത്തെ ഈ ചാപ്റ്ററിന്റെ മുന്നത്തെ വീഡിയോസിൽ ഞാനൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, that is distinguish between musical sound and noise or difference between musical sound and noise. അതിൽ നമ്മൾ നോയ്സിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു 4 പോയിന്റ്സ്. പക്ഷെ ആ പോയിന്റ്സ് ഇവിടെ എടുത്ത് എഴുതിയാൽ പോരാ. ഇവിടെ നമ്മൾ എന്താ പറയുന്നത്, ഈ നോയ്സ് ആവശ്യമുള്ളതാണോ, എന്താണ് അതിന്റെ
ഗുണം അല്ലെങ്കിൽ എന്താണ് അതിന്റെ ദോഷം, അതിന് ആവശ്യമില്ലാത്തതാണെങ്കിൽ നമുക്ക് എങ്ങനെ എലിമിനേറ്റ് ചെയ്യാം, ഈ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അന്ന് പഠിച്ച ആ 4 അല്ലെങ്കിൽ ആ വീഡിയോയിൽ പറയുന്ന ആ 4 പോയിന്റ്സ് എടുത്ത് എഴുതിയാൽ പോരാ, ഇപ്പൊ ഈ പറഞ്ഞേക്കുന്ന 3 പോയിന്റ്സ് ആണ് ആവശ്യമുള്ളത്. അപ്പൊ എന്താണെന്ന് നോക്കാം. നോയ്സ്, ദേ ആർ അൺവാണ്ടഡ് സൗണ്ട് എൻറ്ററിങ്. അപ്പം പുറത്തു നിന്ന് വരുന്ന, അതായത് ട്രാഫിക് റിലേറ്റ് ചെയ്തിട്ട്, ഓപ്പൺ വിൻഡോസ് ഒക്കെ ആണെങ്കിൽ ട്രാഫിക് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് പുറത്ത് വണ്ടികൾ പോകുന്ന ശബ്ദം കേൾക്കും അല്ലെ, അല്ലെങ്കിൽ വിൻഡ്, കാറ്റിന്റെയും മഴയുടെയൊക്കെ ശബ്ദം നമുക്ക് ഓഡിറ്റോറിയത്തിനകത്ത് കേൾക്കുമ്പോൾ അത് നോയ്സൻസ് ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യാവുന്നെങ്കിൽ ആ വാതിലുകൾ അടയ്ക്കും അല്ലെ. നിങ്ങളുടെ സ്കൂൾസിലൊക്കെ ആയിരുന്നപ്പോൾ വാതില് ചാരി വെക്കും. അപ്പൊ നമുക്ക് എന്താ, അകത്തെ സൗണ്ട് അത്രത്തോളം കൂടുതലായിട്ട് കേൾക്കാൻ ഒക്കും. അതല്ല അകത്താണ് ഡിസ്റ്റർബൻസ് എങ്കിൽ, സൗണ്ട് ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ നോയ്സ് എന്ന് പറയുന്നത് അകത്തുനിന്നാണ്, ഫാന് ഒരു ഡിസ്റ്റർബൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ശബ്ദം പുറപ്പെടുവിക്കുന്ന ഒരു ഫാൻ എന്തെങ്കിലും ആണെങ്കിൽ അവനെ നമുക്ക് മാറ്റണം അല്ലെ, ഇല്ലെങ്കിൽ അതും അവിടെ ഒരു ഇറിറ്റേറ്റിംഗ് വോയിസ് ആണ്. അപ്പൊ അതെല്ലാമാണ് നമ്മളെ നോയ്സ് എന്ന് പറയുന്നത്. സോ നോയ്സ് ഹാമ്പേഴ്സ് ദ അക്യൂസ്റ്റിക് ക്വാളിറ്റി ഓഫ് ദ ഹോൾ. സോ അക്യൂസ്റ്റിക് ക്വാളിറ്റിയെ ഡിസ്റ്റർബൻസ് ആയിട്ട് അല്ലെങ്കിൽ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു എഫക്റ്റ് ആണ് ഈ നോയ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ നോയ്സിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യണം. ഹൗ ക്യാൻ ഇറ്റ് ബി കറക്റ്റഡ്? ഇറ്റ് ക്യാൻ ബി കറക്റ്റഡ് ബൈ correct positioning of windows and doors. That is, open windows and open doors ആണെങ്കിൽ അതിനെ നമുക്ക് ക്ലോസ് ചെയ്താൽ ഈ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പറ്റും. So in this essay you have studied 7 points. One is reverberation, second one loudness, third one echo, fourth one echelon effect, fifth one എന്താണ് focusing, sixth one resonance, and the last one is noise. ഈ 7 കാര്യങ്ങളിൽ 3 നമ്മൾ ആവശ്യമുള്ളതായിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ദാറ്റ് ഈസ് നമുക്ക് ആ ഹാളിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ആൻഡ് 4 ഇറ്റ് മസ്റ്റ് ബി അവോയ്ഡഡ് ഇൻ എ ഹാൾ ഓർ an ഓഡിറ്റോറിയം ഓർ വാട്ട് എവർ ബിൽഡിംഗ്. ഓക്കെ, അപ്പൊ ഈ 7 പോയിന്റ്സ് മനസ്സിലാക്കി പഠിച്ചു വെക്കുക. ഇറ്റ് ഇസ് an essay from this chapter, acoustics. അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ പിന്നെ എന്താ പറയാൻ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഇതിൽ ഇനി ആഡ് ചെയ്യാനോ എന്തെങ്കിലും സജഷൻസോ കമൻസോ ഉണ്ടെങ്കിൽ, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കമന്റ് ബോക്സിൽ ആഡ് ചെയ്യാൻ മറക്കണ്ട. എല്ലാവരും സുഖമായി ഇരിക്കുന്നു എന്ന് കരുതുന്നു. ഓക്കെ, സ്റ്റേ സേഫ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.